ഗുരുവായൂരിലെ രാത്രി തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുക. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ മഞ്ജുലാലിൻ്റെ അവിടുന്ന് വീണ്ടും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നിങ്ങനെ വരിക. എത്ര മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണെന്നറിയോ? നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പടിഞ്ഞാറെന്നുള്ള ആ കാറ്റും പല പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെയും നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ടാവും. അവരെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ കവാടമില്ലേ, കവാടത്തിലേക്ക് അങ്ങോട്ട് കയറാതെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ക്ഷേത്രത്തിലേക്ക് ആ ഒരു ഫീൽ ചെയ്യുക. നമുക്ക് അവിടെ മുല്ലപ്പൂ വിൽക്കുന്ന ആളുകളെ കാണാം. പിറ്റേന്ന് രാവിലത്തേക്കുള്ള പ്രിപ്പറേഷനായിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ആളുകളെ കാണാം. ഷോപ്പുകളൊന്നും അടച്ചിട്ടുണ്ടാവില്ല. ഗുരുവായൂരിൽ അന്നപ്പോൾ ആ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരു സംശയമില്ലാത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ തന്നെയാണ്. ഗുരുവായൂരിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറും നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾ ദൂരെയൊക്കെ റൂം എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. തൊഴുതിട്ട് തൃപ്പുകയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കിടക്കുന്നവരുണ്ടാവും. നിങ്ങളൊക്കെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. എപ്പോഴും ഗുരുവായൂരിൽ നടന്ന് നടന്ന് ഉറങ്ങാതിരിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം കൃത്യമായിട്ട്. അങ്ങനെയൊന്നും ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഗുരുവായൂർ വരുമ്പം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്നിട്ട് രാത്രിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ഫുള്ള് നല്ല വെളിച്ചമായിരിക്കും, നല്ല കാറ്റുണ്ടാവും. പുലർച്ചയ്ക്ക് വേണ്ടിയുള്ള ഗുരുവായൂരിന് ഉറക്കമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള നഗരങ്ങൾ നമുക്ക് കാണാൻ വളരെ ദുർലഭമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഉറക്കമില്ലാത്ത പിറ്റേന്ന് നിർമ്മാല്യത്തിനായിട്ടുള്ള ക്യൂ നിൽക്കാനുള്ള തിരക്കും എല്ലാം ആയിട്ട് ഗുരുവായൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊന്ന് നടന്നു നോക്കുക. അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വെറുതെ ഒരു കാര്യം ഫീൽ ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് സംവദിക്കണം എന്ന് തോന്നി. വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ.